എല്ലാവർക്കും നമസ്കാരം. മുഖ്യമന്ത്രി പറഞ്ഞു ഒരു ഫയൽ ഒരു ജീവിതമാണ്. അത് പറഞ്ഞത് സത്യം തന്നെയാണ്. പക്ഷേ അത് ആരുടെ ജീവിതമാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അത് ആരുടെ ജീവിതമാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു കണക്ക് പറയാം. 21 മന്ത്രിമാരുടെയും അവർ നയിക്കുന്ന സ്റ്റാഫിൻ്റെയും എണ്ണം പറയുക. വി ശിവൻകുട്ടി വകുപ്പുകൾ 9 എണ്ണം, പ്രൈവറ്റ് സെക്രട്ടറിമാർ 4 എണ്ണം, കീഴിലുള്ള സർക്കാർ ജീവനക്കാർ 1,75,631 പേര്, പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ 1,383, ആകെ ജീവനക്കാർ 1,77,014. ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് ശിവൻകുട്ടിയാണ്. അടുത്ത സ്ഥാനം പിണറായി വിജയനാണ്. പുള്ളിയുടെ കയ്യിൽ 26 വകുപ്പ്, 14 പ്രൈവറ്റ് സെക്രട്ടറി, 97,796 ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ, 290 പൊതുമേഖലാ ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ 93,086 പേര്. പിന്നെ ഡോക്ടർ ആർ ബിന്ദുവിന് 8 വകുപ്പ്, 70,189 ഉദ്യോഗസ്ഥന്മാർ. വീണ ജോർജിന് 9 വകുപ്പ്, വീണ ജോർജിൻ്റെ കയ്യിലുള്ളത് 69,073 ഉദ്യോഗസ്ഥന്മാർ. കൃഷ്ണൻകുട്ടിക്ക് 2 വകുപ്പ്, 31,577 ഉദ്യോഗസ്ഥന്മാർ. ആൻ്റണി രാജുവിന് 2 വകുപ്പ്, 30,533 ഉദ്യോഗസ്ഥന്മാർ. പി രാജീവിന് 12 വകുപ്പ്, 28,904 ഉദ്യോഗസ്ഥന്മാർ. കെ എൻ ബാലഗോപാലൻ 6 വകുപ്പ്, 21,960 ഉദ്യോഗസ്ഥന്മാർ. കെ രാജന് 4 വകുപ്പ്, 20,086 ഉദ്യോഗസ്ഥന്മാർ. എം പി രാജേഷിന് 6 വകുപ്പ്, 1,811 ഉദ്യോഗസ്ഥന്മാർ. പി പ്രസാദിന് 5 വകുപ്പ്, 16,256 ഉദ്യോഗസ്ഥന്മാർ. ഇതിനകത്തായി കൃഷി വകുപ്പുള്ളത് ഒരു മനുഷ്യനും വേണ്ടാത്ത കൃഷി വകുപ്പ്. ഇനി ജി ആർ അനിലിന് 2 വകുപ്പുണ്ട്, 13,030 പേര്. മുഹമ്മദ് റിയാസിന് 2 വകുപ്പുണ്ട്, 12,086 പേര്. റോഷി അഗസ്റ്റിന് 2 വകുപ്പുണ്ട്, 10,631 പേര്. ചിഞ്ചു റാണിക്ക് 4 വകുപ്പുണ്ട്, 9,642 പേര്. വാസവന് 2 വകുപ്പുണ്ട്, 6,724 സ്റ്റാഫ്. എൻ കെ ശശീന്ദ്രന് 2 വകുപ്പുണ്ട്, 5,824 പേര്. കെ രാധാകൃഷ്ണന് 4 വകുപ്പുണ്ട്, 3,846 പേര്. സജി ചെറിയാന് 2 വകുപ്പുണ്ട്, 1,475 ജോലിക്കാർ. അഹമ്മദ് ദേവർകോവിലിന് 4 വകുപ്പുണ്ട്, 1,442 സ്റ്റാഫ്. അബ്ദുൾ റഹ്മാന് 2 വകുപ്പുണ്ട്, 155 സ്റ്റാഫുണ്ട്. അങ്ങനെ ആകെ വകുപ്പുകൾ 115, മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21, പ്രൈവറ്റ് സെക്രട്ടറിമാർ 87, സർക്കാർ ജീവനക്കാർ 5,14,799, പൊതുമേഖല ജീവനക്കാർ 1,26,854, ആകെ 6,41,653 പേര്. ഇത്രയും പേരുടെ ജീവിതമാണ് ഒരു ഫയലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയും കൂടെ പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞ കണക്കും പ്രകാരം 6,41,653 പേര് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, പ്ലസ് 21 മന്ത്രിമാർ, പിന്നെ 15,962 പഞ്ചായത്ത് മെമ്പർമാർ, 2,080 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, 331 ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, 362 പേഴ്സണൽ സ്റ്റാഫ്. ഇത്രയും കൂട്ടുമ്പം 6,60,409 പേര് വരും. പ്ലസ് പെൻഷൻ മേടിക്കുന്ന, സർക്കാരിൻ്റെ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരും. അതായത് ഏതാണ്ട് 15 ലക്ഷത്തിൽ താഴെ ഇത്രയും പേരുടെ ജീവിതമാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ഫയൽ ഒരാളുടെ ജീവിതമാണ്. ഇനി പൊതുജനത്തിന് ഇലക്ഷൻ വരുമ്പോൾ എന്തായാലും ഒന്ന് കൊടുക്കും. ഇലക്ഷൻ കഴിയുമ്പോൾ എല്ലാം കൂടെ വർദ്ധിപ്പിച്ച് അത് തിരിച്ചു പിടിക്കും. ഇപ്പോൾ 2,000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ സന്തോഷിച്ചു. കണക്ക് കൂട്ടിക്കോ, ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് ഇവർ അധികാരത്തിൽ വരുന്ന ഉടനെ കറണ്ട് കാശ് കൂട്ടും, ഉടനെ വണ്ടിക്കൂലി കൂട്ടും, ഭൂമിയുടെ നികുതി കൂട്ടും, എല്ലാ സാധനവും കൂട്ടുകയും ചെയ്യും. കൃഷിയുടെ വില ഒട്ടും ഇല്ലെന്നാക്കുകയും ചെയ്യും. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് കൃഷിക്കാരന് ബാലൻസ് ഒന്നും കിട്ടാനില്ലല്ലോ. ഇനി ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം മുൻകാല പ്രാബല്യത്തോടെ കൂട്ടിക്കൊടുക്കും. കാരണം എന്നാ പറഞ്ഞേ, ഒരു ഫയൽ ഒരു ജീവിതമാണ്. ആരുടെ ജീവിതം?
ഫയൽ കൈകാര്യം ചെയ്യുന്നവരുടെ ജീവിതമാണ് ഒരു ഫയൽ. നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ 6.6 ലക്ഷം അവരുടെ ജീവിതമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനി ഫയലുകളുടെ ഒരു കണക്ക് പറയാം. 3.18 ലക്ഷം ഫയലുകൾ ആണ് കെട്ടിക്കിടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചില തള്ളുകൾ കേട്ടോണം. 2016 ജൂൺ 8 മുഖ്യമന്ത്രി പറഞ്ഞു, മുന്നിലുള്ള ഓരോ ഫയലും ഓരോരുത്തരുടെ ജീവിത പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അനുകമ്പയോടെ തീരുമാനമെടുക്കണം. 2016 ജൂൺ 8. 2019 ജൂൺ 21 പറഞ്ഞു, ചുവപ്പ് നാട് എന്നത് നാട് ഭയത്തോടെ കാണുന്ന കാര്യമാണ്, അത് പൂർണ്ണമായി ഒഴിവാക്കണം. 2019 ജൂൺ 21. 2021 ജൂൺ 11 മുഖ്യമന്ത്രി പറഞ്ഞു, ഫയലുകൾ മരിച്ച രേഖകളാകരുത്, തുടിക്കുന്ന ജീവിതമാകണം. തുടിക്കുന്ന ജീവിതം. 2022 ഒക്ടോബർ 31 പുള്ളിക്കാരൻ പറഞ്ഞു, ഉദ്യോഗസ്ഥർ പണവും പാരിതോഷികം കൈപ്പറ്റുന്നത് മാത്രമല്ല അഴിമതി, ഫയലുകൾ താമസിപ്പിക്കുന്നതും അഴിമതിയാണ്. അപ്പോൾ കാര്യമൊക്കെ അറിയാം. പിന്നെ 2024 ഡിസംബർ 9 പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജനങ്ങളുടെ ദാസന്മാരായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത്. സേവനം ജനങ്ങളുടെ അവകാശമാണ്, അതിനാണ് സർക്കാർ അധികാരമേറ്റ വേളയിൽ ഓരോ ഫയലിന് പിന്നിലും ഒരു ജീവിതമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയത്. എന്നാ തള്ള! ഒരു മയത്തിലൊക്കെ തള്ളുകയാണെങ്കിൽ കുറേ എളുപ്പമുണ്ട്. എന്നിട്ട് ഈ തള്ളെല്ലാം തള്ളിയിട്ട് 3.18 ലക്ഷം ഫയലാണ് സെക്രട്ടേറിയറ്റ് കെട്ടിക്കിടക്കുന്നത്. 3,18,441 ഫയൽ കെട്ടിക്കിടക്കുക. 2025 ജൂൺ മാസം 28 കണക്കും പ്രകാരം 3,18,441 ഫയല് തീരുമാനമാകാതെ സെക്രട്ടേറിയറ്റ് കിടക്കുക. ഇനി ഇതിൻ്റെ ഒരു രസം കൂടെ പറയാം. 6.6 ലക്ഷം ഉദ്യോഗസ്ഥന്മാരുണ്ട്. കെട്ടിക്കിടക്കുന്ന ഫയൽ എത്രയുണ്ടെന്നറിയാവോ? 3.18 ലക്ഷം. അതായത് ഒരു ദിവസം ഒരുത്തൻ അര ഫയൽ ഒരു ദിവസം നോക്കിയാൽ ഈ ഉത്തര ഉദ്യോഗസ്ഥന്മാരെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഫയൽ നോക്കി തീർക്കാൻ പറ്റും. അന്നേരം പറയും, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ പലയിടത്ത് കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഫയൽ നോക്കാൻ പറ്റുമോ? വേണ്ട, അങ്ങനെ നോക്കണ്ട. ഒറ്റ മാസം മനസ്സ് വച്ചാൽ, കേരളത്തിലെ ജനത്തോട് പറയട്ടെ, കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവരെ ഒറ്റ മാസം മനസ്സ് വച്ചാൽ ഈ ഫയലുകൾ തീർക്കാൻ പറ്റും. പക്ഷെ അവന്മാർ ചെയ്യല. മുഖ്യമന്ത്രിയല്ല, ഗവർണറല്ല, മന്ത്രിയല്ല, ആര് പറഞ്ഞാലും ഉദ്യോഗസ്ഥന്മാർ ചെയ്യല. അതാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ. ഈ റിക്കെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല. ഈ റോഡുകൾ, ഹൈവേ, എനിക്കറിയാവുന്നത് ഈ തൊടുപുഴയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളി വഴി കടന്നു പോകുന്ന ആ റോഡ്, ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൻ്റെ ഒക്കെ മെയിൻ്റനൻസ് നടത്തുന്ന ഒക്കെ റിക്കിൻ്റെ, അതിൻ്റെ തലപ്പത്തൊരു സ്ത്രീ ഇരിപ്പുണ്ട്. ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല. കോട്ടയത്ത് അഗ്രികൾച്ചർ പ്രിൻസിപ്പൽസിൻ്റെ ഒരു ഓഫീസറുണ്ട്, ഒരു ലേഡി. ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല. EMS പറഞ്ഞത് അധികാരം ജനങ്ങൾക്കെന്നാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്നാക്കിയെന്നറിയോ? അധികാര ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടേ ആക്കി വെച്ചു. അധികാര ഉദ്യോഗസ്ഥന്മാർക്ക് ആര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല. അത് തീരുമാനിച്ചിരിക്കുക അവർ. അതിന് അവരെന്നാ കാണിച്ചു? 85% ആളുകളും അവർ LDFകാരായി മാറി. ചുണയുണ്ടെ പണിയിപ്പീര്. കേരള മുഖ്യമന്ത്രിയല്ല, മന്ത്രിമാരല്ല, ഒരുത്തൻ ഗവർണർ പറഞ്ഞാൽ പോലും അവന്മാർ പണി ചെയ്യല. ഇവർ പണി ചെയ്യുകയാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് 3.18 അല്ലെങ്കിൽ 3,18,441 ഫയല് 2025 ജൂൺ മാസം 28 പെൻഡിങ് കിടപ്പുണ്ടോ? അത് ചെയ്യല. ഗവൺമെൻറ് ഒരു 3 മാസം ശമ്പളം ഇവന്മാർക്ക് കൊടുക്കുകയല്ലെന്ന് പോയി, ഇവന്മാർ തന്നെ പണി ചെയ്യും. പക്ഷെ ചെയ്യലും ഇവന്മാർ ഇത്രയ്ക്കും കൊള്ളുകാരാത്തവന്മാരാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. 90%, 10% പണി ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവന്മാരെ നിയന്ത്രിക്കാൻ, ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ ഒറ്റ മന്ത്രിമാർക്കും കഴിവില്ലെന്നുള്ള സത്യം, മുഖ്യമന്ത്രിക്കും കഴിവില്ലെന്നുള്ള സത്യം. അതുകൊണ്ടാണ് ഇവന്മാർ പണിയെടുക്കാത്ത. 3.18 ലക്ഷം ഫയൽ അവിടെ കിടക്കുന്നെങ്കിൽ അത്രയും മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് കിടക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണെന്നറിയാവോ? ഈ 15 ലക്ഷത്തിൽ താഴെ വരുന്ന അധികാരവർഗത്തിൻ്റെ ജീവിതമാണ് ഒരു ഫയൽ. 3,35,00,000 ജനത്തിൻ്റെ യാതൊരു പ്രശ്നവും ഈ ഫയലിനകത്തില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൂട്ടി കൊടുത്തു. ശമ്പളവും പെൻഷനും മുൻകാല പ്രാബല്യത്തോടെ കൊടുത്തു. സംസ്ഥാന വരുമാനം മുഴുവൻ ഇവന്മാരുടെ വായിലോട്ട് തള്ളി.
അപ്പം പിന്നെയും കൊടുക്കുക മുൻഗണന പ്രാബല്യത്തോടെ. ഈ ഇലക്ഷൻ്റെ കാലത്തേലും ഈ വരുന്ന ഈ ത്രിതല പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ഇത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ജനം ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? ഒരു ഫയൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജീവിതമാണ്, പോക്കറ്റ് മണി ഗവൺമെൻറ് കൊടുക്കും, ബാക്കിയുള്ളത് ഈ ഫയലും കൊണ്ട് വരുന്നവൻ്റെ കൈ നാട്ടിച്ചു മാറ്റിക്കോണം. അതാണ് ഭരണം, അതാണ് ശരിയാക്കിയെടുത്തത്. അങ്ങനെ ആക്കിയെടുത്തപ്പം 3,35,00,000 പിച്ചക്കാരൻ ഈ നാട്ടിൽ അലഞ്ഞു നടക്കുന്നു. ദരിദ്രരില്ലെങ്കിൽ LDF ഇല്ല. എങ്ങനെയുണ്ട്? ദരിദ്രരില്ലെങ്കിൽ LDF ഇല്ല. ഒരു ഫയൽ ഒരു ജീവിതമാണ്. കൊള്ളാലോ? നിർത്തട്ടെ. നന്ദി, നമസ്കാരം.